ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നതും FMCG സെക്ടറിൽ നിന്നും ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയും ഫ്രഷ് പൊസിഷൻ എടുക്കുന്നതിന് വേണ്ടിയും പരിഗണിക്കാവുന്നതുമായ ഒരു സ്റ്റോക്കാണ് വരുൺ ബിവറേജ് ലിമിറ്റഡ്. വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൻ്റെ കഴിഞ്ഞ 4 വർഷത്തെ ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാൽ സ്റ്റോക്ക് 20% വരെ മാത്രമേ കറക്റ്റ് ആകാറുള്ളൂ. 20% സ്റ്റോക്ക് കറക്റ്റ് ആകുമ്പോൾ സ്റ്റോക്കിൽ ഒരു റിക്കവറി ആരംഭിക്കുകയും പിന്നീട് പ്രീവിയസ് ഹൈയെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ സ്റ്റോക്ക് മൂവ് ചെയ്യുകയുമാണ് പതിവ്. വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ഇപ്പോൾ 20%-ലധികം ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ വരുൺ ബിവറേജ് ലിമിറ്റഡ് 2.74% ഇടിഞ്ഞ് 1422 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 1.85 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന കമ്പനി പെപ്സിക്കോയുടെ ഫ്രാഞ്ചൈസി കമ്പനിയായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിലും പെപ്സിക്കോയുടെ ഫ്രാഞ്ചൈസി കമ്പനി എന്ന ലെവലിൽ നിന്നും കമ്പനി വളരെ ഉയർന്നു കഴിഞ്ഞു. വരുൺ ബിവറേജ് ലിമിറ്റഡ് സ്റ്റിംഗ് എന്ന പേരിൽ 2 എനർജി ഡ്രിങ്ക് പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലെത്തിക്കുന്നു. ഈ 2 എനർജി ഡ്രിങ്ക് പ്രൊഡക്റ്റുകളുടെയും മാർക്കറ്റ് ക്യാപ്പ് 25,000 കോടി രൂപയ്ക്കടുത്തായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അതായത് നാളെ പെപ്സിക്കോയുടെ ഫ്രാഞ്ചൈസി റൈറ്റ് നഷ്ടമായാൽ തന്നെ വരുൺ ബിവറേജ് എന്ന കമ്പനിക്ക് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാനുള്ള വഴിയുണ്ട്. വരുൺ ബിവറേജ് ലിമിറ്റഡിൻ്റെ 52 വീക്ക് ഹൈ 1702 52 വീക്കിലോ 828 വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ 76.34 എന്ന അട്രാക്റ്റീവ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. പലപ്പോഴും വരുൺ ബിവറേജ് ലിമിറ്റഡിൻ്റെ ഹിസ്റ്റോറിക്കൽ ആവറേജ് വാല്യൂഷൻ 90-നും 100-നും ഇടയിലാണ്. ഇവിടെ ആവറേജ് വാല്യൂഷനിലും താഴെ സ്റ്റോക്ക് ലഭിക്കുന്നു. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 10%-ഓളം കറക്റ്റായി. 6 മാസത്തെ പെർഫോമൻസ് നോക്കിയാൽ ഫ്ലാറ്റ് റിട്ടേൺ ആണ് വരുൺ ബിവറേജ് ലിമിറ്റഡ് നൽകിയത്. ക്വാർട്ടർലി റിസൾട്ടിന് ശേഷം സ്റ്റോക്ക് സ്പ്ലിറ്റും പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഹയർ ലെവലിൽ നിന്നും വരുൺ ബിവറേജ് ലിമിറ്റഡിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നത്. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി അതിൻ്റെ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും ഉയർന്ന സെയിൽസും ഏറ്റവും ഉയർന്ന ഓപ്പറേറ്റിംഗ് മാർജിനും രേഖപ്പെടുത്തി. ക്വാർട്ടർലി റിസൾട്ടിന് ശേഷം 2:5 എന്ന റേഷ്യോയിൽ കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റും പ്രഖ്യാപിച്ചു. അതായത് 5 രൂപ ഫേസ് വാല്യൂ ഉള്ള ഈ കമ്പനിയുടെ ഓരോ ഷെയറുകളും 2 രൂപ ഫേസ് വാല്യൂ ഉള്ള 2 ഷെയറുകളായി സ്പ്ലിറ്റ് ആവുകയാണ്. ഇനി വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ ഇപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് പിന്നിലെ കാരണം മനസ്സിലാക്കാം. ഏറ്റവും പ്രധാന കാരണം വരുൺ ബിവറേജ് ലിമിറ്റഡ് ഒരു സിക്ലിക്കൽ രീതിയിലുള്ള ബിസിനസ് ട്രെൻഡ് ഫോളോ ചെയ്യുന്ന സ്റ്റോക്കാണ്. കാരണം കോൾഡ് ഡ്രിങ്ക്സിൻ്റെ സെയിൽസ് ഏറ്റവും അധികം സമ്മർ സീസണിലായിരിക്കും, വിൻ്റർ സീസണിൽ സെയിൽസ് കുറവായിരിക്കും. ഈ രീതിയിലുള്ള സിക്ലിക്കൽ ആക്ഷൻ വരുൺ ബിവറേജ് ലിമിറ്റഡിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലും പലപ്പോഴും പ്രകടമാകാറുണ്ട്. സാധാരണഗതിയിൽ ജൂൺ മാസമായിരിക്കും ഒരു വർഷത്തിലെ വരുൺ ബിവറേജ് ലിമിറ്റഡ് ഏറ്റവും മികച്ച ക്വാർട്ടർലി റിസൾട്ട് കാഴ്ചവെക്കുക. ജൂൺ മാസത്തെ റിസൾട്ടിന് ശേഷം വരുന്ന 2 ക്വാർട്ടറുകളിൽ, അതായത് സെപ്റ്റംബർ ക്വാർട്ടറുകളിലും ഡിസംബർ ക്വാർട്ടറുകളിലും വരുൺ ബിവറേജിൻ്റെ പെർഫോമൻസ് മോശമായിരിക്കും. ജൂൺ മാസത്തെ ക്വാർട്ടർലി റിസൾട്ടിന് ശേഷം ഇത് സ്റ്റോക്കിൻ്റെ പ്രൈസിലും പ്രതിഫലിക്കാറുണ്ട്. ജൂൺ മാസത്തെ ക്വാർട്ടർലി റിസൾട്ട് വന്നതിന് ശേഷം സ്റ്റോക്കിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും അവിടെ നിന്നും ഒരു കറക്ഷൻ വരികയും പിന്നീട് സ്റ്റോക്ക് ഗ്രാജുവലി റിക്കവർ ആകുന്നതുമായ ഒരു ട്രെൻഡാണ് കാണുന്നത്. ഇപ്പോഴും ഈ ട്രെൻഡ് സ്റ്റോക്ക് ഫോളോ ചെയ്യുന്നു. ഉദാഹരണത്തിന് 2021 മുതലുള്ള കമ്പനിയുടെ ജൂൺ മാസത്തെ ക്വാർട്ടർലി റിസൾട്ട് നോക്കുകയാണെങ്കിൽ 2021 ജൂൺ മാസത്തിൽ 2450 കോടി രൂപയുടെ സെയിൽസ് ആയിരുന്നു കമ്പനി നടത്തിയത്. പിന്നീട് വന്ന സെപ്റ്റംബർ മാസത്തിലും ഡിസംബർ മാസത്തിലും ഈ സെയിൽസ് റെക്കോർഡിനെ കമ്പനിക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ല. ഡിസംബറിൽ നിന്ന് മാർച്ച് ക്വാർട്ടർ ആയപ്പോൾ സെയിൽസിൽ ഇംപ്രൂവ്മെൻറ്റ് വരികയും ചെയ്തു. 2022 ജൂൺ മാസത്തിൽ 4955 കോടി രൂപയുടെ സെയിൽസാണ് വരുൺ ബിവറേജ് നടത്തിയത്. അതിനുശേഷം സെപ്റ്റംബർ ക്വാർട്ടർ ആയപ്പോൾ സെയിൽസ് 3177 കോടിയിലേക്കും ഡിസംബർ ക്വാർട്ടർ ആയപ്പോൾ 2214 കോടിയിലേക്കും ഇടിഞ്ഞു. 2214 കോടിയിൽ നിന്നും മാർച്ച് ക്വാർട്ടറിൽ 3893 കോടിയിലേക്ക് സെയിൽസ് ഉയർന്നു. ഇനി 2023 വർഷത്തെയും ഏറ്റവും മികച്ച സെയിൽസ് 5611 കോടി രൂപയുടെ സെയിൽസ് ജൂൺ ക്വാർട്ടറിൽ തന്നെയാണ് നടത്തിയത്. പിന്നീട് സെപ്റ്റംബർ ക്വാർട്ടറിലും ഡിസംബർ ക്വാർട്ടറിലും ഗ്രാജുവലി സെയിൽസ് ഇടിഞ്ഞു. 2024 വർഷത്തിൽ 7197 കോടി രൂപയുടെ, അതായത് ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും മികച്ച സെയിൽസാണ് കമ്പനി നടത്തിയിരിക്കുന്നത്. വരുന്ന 2 ക്വാർട്ടറിൽ 2024 സെപ്റ്റംബർ ക്വാർട്ടറിലും ഡിസംബർ ക്വാർട്ടറിലും കമ്പനി ഈ രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതയില്ല. അതുകൊണ്ടാകാം എല്ലാ വർഷവും കാണുന്ന പോലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ജൂൺ ക്വാർട്ടറിന് ശേഷം വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. ഇനി ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഇതുവരെ 55 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനെ ആയിരുന്നു ഫോളോ ചെയ്തു വന്നത്. 55 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ ടച്ച് ചെയ്തതിന് ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങുന്ന ഒരു ട്രെൻഡാണ് സ്റ്റോക്ക് ഫോളോ ചെയ്തു വന്നത്. ഈ ലെവലിൽ നിന്നും ഒരു ബ്രേക്ക് ഡൗൺ വന്നതുകൊണ്ടാണ് സ്റ്റോക്ക് ഇപ്പോൾ വളരെ അട്രാക്റ്റീവ് വാല്യൂഷനിൽ ലഭിക്കുന്നത്.
ഇവിടെ 200 എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കും. 1367 1350 മുതൽ 1360 വരെയുള്ള സോണായിരിക്കും സ്റ്റോക്കിൻ്റെ ഏറ്റവും മികച്ച സപ്പോർട്ടായി പ്രവർത്തിക്കുക. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ വിരളമാണ്. കൂടാതെ ബോളഞ്ചിയർ ബാൻഡ് നമ്മൾ നോക്കുകയാണെങ്കിലും ബോളഞ്ചിയർ ബാൻഡിൻ്റെയും താഴ്ന്ന ലെവലിലാണ് അല്ലെങ്കിൽ ലോവർ ബാൻഡിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഓവർ സോൾഡ് കാറ്റഗറിയിലാണ് വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. വളരെ മികച്ച ഒരു ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് ഉള്ള സ്റ്റോക്ക് ഓവർ സോൾഡ് സോണിൽ ലഭിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാവുന്നതാണ്. മീഡിയം ടൈമിനും അതുപോലെ തന്നെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവും വരുൺ ബിവറേജ് എന്ന സ്റ്റോക്ക് ഇപ്പോൾ അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്